അധ്യാപികയുടെ രഹസ്യം. അധ്യായം 1. പുതിയ അധ്യാപകൻ. കൊല്ലത്തുള്ള പ്രശസ്ത ഗേൾസ് സ്കൂളിൽ പുതിയ അധ്യാപകൻ വന്നു. ആരവ്. 38കാരൻ, ഇംഗ്ലീഷ് അധ്യാപകൻ. നല്ല ഉയരം, കണ്ണട, ബുദ്ധിയും യൗവനവും കലർന്ന മുഖം. സ്കൂളിലെ അധ്യാപികൾക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മീനാക്ഷിക്ക്. 35കാരി, മലയാളം അധ്യാപിക. ഭർത്താവ് വിദേശത്ത്. 2 കുട്ടികൾ. മീനാക്ഷി ആരവിനെ ശ്രദ്ധിച്ചു. അവന്റെ സംസാരം, അവന്റെ ചിരി. അധ്യായം 2. അടുപ്പം. ദിവസങ്ങൾ കഴിഞ്ഞു. ആരവും മീനാക്ഷിയും സുഹൃത്തുക്കളായി. സ്റ്റാഫ് റൂമിൽ സംസാരം, ചിലപ്പോൾ ലഞ്ച് ഒരുമിച്ച്. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് ആരവ് മീനാക്ഷിയോട് പറഞ്ഞു, കാർ ഓടിക്കാൻ പഠിപ്പിക്കാമോ? ശരി, വീക്കെൻഡിൽ വാ. ശനിയാഴ്ച ആരവ് വന്നു. മീനാക്ഷിയുടെ വീട്ടിൽ ഭർത്താവില്ല, കുട്ടികൾ അമ്മായിയുടെ വീട്ടിൽ. അവർ കാർ ഓടിച്ചു. പിന്നെ വീട്ടിൽ വന്നു. കാപ്പി കുടിച്ചു. നന്ദി, നീ നല്ല അധ്യാപികയാണ്, ആരവ് പറഞ്ഞു. നീയും നല്ല അധ്യാപകനാണ്. അവരുടെ കണ്ണുകൾ കണ്ടുമുട്ടി. തരംഗം ഉണ്ടായി. അധ്യായം 3. ആദ്യ സ്പർശനം. അവർ സോഫയിൽ ഇരുന്നു. സംസാരിച്ചു. സിനിമ, സാഹിത്യം, ജീവിതം. എന്ത്? എനിക്ക് നിന്നെ ഇഷ്ടമായി. മീനാക്ഷി നിശബ്ദയായി. പിന്നെ എനിക്കും. പക്ഷേ ഞാൻ വിവാഹിത. ഭർത്താവ് വിദേശത്താണ്. അത് കാര്യമല്ല. ആരവ് എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. ചുംബിച്ചു. മീനാക്ഷി പ്രതിരോധിച്ചു. പക്ഷേ വേണ്ടെന്നു പറഞ്ഞില്ല. അധ്യായം 4. ആദ്യ രാത്രി. അവർ ബെഡ്റൂമിലേക്ക് പോയി. ആരവ് അവളുടെ സാരി അഴിച്ചു. ബ്ലൗസും പാവാടയും. നീ സുന്ദരിയാണ്. അവൻ അവളുടെ ബ്ലൗസ് അഴിച്ചു. ബ്രാ മാറ്റി. വലിയ മുലകൾ. എന്ത് വലുപ്പം! അവൻ അവയിൽ മുഖം വെച്ചു. മീനാക്ഷി മൂളി. അമ്മേ. ആരവേ. അവൻ അവളെ സുഖിപ്പിച്ചു. മീനാക്ഷി ഉയരത്തിൽ എത്തി. വായ്. ഇനി നിന്നെ വേണം. അവൻ അവളിലേക്ക് പ്രവേശിച്ചു. അവർ ഒന്നുപോലെ ചലിച്ചു. അധ്യായം 5. രഹസ്യബന്ധം. അന്നു മുതൽ അവർ രഹസ്യബന്ധത്തിലായി. സ്കൂളിൽ അധ്യാപകർ, പുറത്ത് പ്രിയരങ്ങൾ. മീനാക്ഷിയുടെ ഭർത്താവ് അറിഞ്ഞില്ല, അവൾ സന്തോഷവതിയായി. ഒരു ദിവസം പ്രിൻസിപ്പൽ സംശയിച്ചു. നിങ്ങൾ മീനാക്ഷി പറഞ്ഞു, ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രം. പക്ഷേ പ്രിൻസിപ്പൽ, നീ മാറിയിരിക്കുന്നു, അയാൾ പറഞ്ഞു. എങ്ങനെ? സന്തോഷം കണ്ണിൽ. അയാൾ അവളുടെ ഫോൺ പരിശോധിച്ചു. ആരവിന്റെ മെസ്സേജുകൾ. നീ എന്നെ ചതിച്ചു. അയാൾ വിവാഹമോചനം നേടി. മീനാക്ഷി തകർന്നു. അധ്യായം 7. പുതിയ ജീവിതം. ആരവ് മീനാക്ഷിയെ സാന്ത്വനപ്പെടുത്തി. നമുക്ക് വിവാഹം കഴിക്കാം. ശരി. അവർ വിവാഹം കഴിച്ചു. ചെറിയ ചടങ്ങ്. മീനാക്ഷി ഇപ്പോൾ സ്കൂൾ മാറി. ആരവിനോടൊപ്പം സന്തോഷവതി. രാത്രികളിൽ അവർ സുഖിച്ചു. മീനാക്ഷി ഗർഭിണിയായി. നീ എന്റെ ജീവിതമാണ്, ആരവ് പറഞ്ഞു. നീ എന്റെ ശ്വാസമാണ്. അങ്ങനെ അധ്യാപികയുടെ രഹസ്യം ഒരു സുന്ദരമായ പ്രേമമായി മാറി. മുഗ്ധാവ്.